നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. സ്കൂളൊക്കെ തുറന്ന് സ്കൂൾ നമ്മൾ വരവേൽക്കുന്ന നമ്മുടെ ദിനാചരണം എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി ദിനമാണ്. അപ്പൊ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഈ വർഷത്തെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് മാഷ് വന്നിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, വേഗം പറഞ്ഞു പോയാലോ. അപ്പോൾ 1972 മുതലാണ് ലോകം പരിസ്ഥിതി ദിനം ആചരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നത്. ആ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യങ്ങളുടെ സംഘടനയായ ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന രാജ്യങ്ങളുടെ സംഘടനയാണ്. നമുക്കറിയാം അവരെന്ത് ചെയ്യുന്നു, അവരാദ്യമായി ഒരു പരിസ്ഥിതി സമ്മേളനം ചേരുന്നു. 1972 ജൂൺ 5 സ്വീഡൻ എന്ന് പറയുന്ന സ്ഥലത്തെ സ്റ്റോക്ക്ഹോം എന്ന് പറയുന്ന നഗരത്തിലാണ് ആദ്യമായിട്ട് ഒരു പരിസ്ഥിതി സമ്മേളനം ചേരുന്നത്. ആ സമ്മേളനത്തിൽ ചേർന്ന് അവരെന്ത് ചെയ്യുന്നു, അവർ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നു. അങ്ങനെയാണ് 1973 മുതൽ 1972 എന്ത് ചെയ്യുന്നു, സ്റ്റോക്ക്ഹോം എന്ന് പറയുന്ന സ്ഥലത്ത് പരിസ്ഥിതി സമ്മേളനം ചേരുന്നു. 73 ജൂൺ 5 മുതൽ ആദ്യ പരിസ്ഥിതി ദിനം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി, ആചരിക്കാൻ വേണ്ടി തുടങ്ങി. ഐക്യരാഷ്ട്രസഭയുടെ UNEP എന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭയ്ക്ക് വേണ്ടി UNEP ആണ് എന്ത് ചെയ്യുന്നത്, ഈ പരിസ്ഥിതി ദിനം ആസൂത്രണം ചെയ്യുന്നതും അതുപോലെ തന്നെ പരിസ്ഥിതി ദിന പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. എന്താണ് UNEP എന്ന് പറയുന്നത്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. അതായത് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടനയാണ് UNEP എന്ന് പറയുന്നത്. ആ സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ പരിസ്ഥിതി ദിന പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതും അതുപോലെ തന്നെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട തീമുകൾ, മുദ്രാവാക്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. ഓരോ വർഷവും പരിസ്ഥിതി ദിനത്തിലെ ഓരോ സന്ദേശങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ 2026 പരിസ്ഥിതി ദിന സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ് മക്കളെ. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥക്കായി നമ്മുടെ ഭാവിക്കായി, ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്നാണ് നമ്മുടെ ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം എന്ന് പറയുന്നത്. ഓരോ വർഷവും ഓരോ സന്ദേശമാണ് നമ്മൾ എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. അതുപോലെ ലോകത്തെ രാജ്യങ്ങളിൽ നിന്ന് ഒരു രാജ്യത്തെ പരിസ്ഥിതി ദിന പരിപാടികളുടെ ആതിഥേയ രാജ്യമായി എന്ത് ചെയ്യാറുണ്ട്, തിരഞ്ഞെടുക്കാറുണ്ട്. ആ രാജ്യത്താണ് ഏറ്റവും പ്രധാനമായി ലോകത്തെ പരിസ്ഥിതി ദിന പരിപാടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയായി ആ രാജ്യത്തെ തിരഞ്ഞെടുക്കുന്നത്. 2026 അങ്ങനെ തിരഞ്ഞെടുത്ത രാജ്യം എന്ന് പറയുന്നത് അത് അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യമാണ്. അതിലെ ബാക്കു നഗരമാണ് ഇത്തരത്തിലുള്ള പരിപാടികളുടെ വേദിയായി ഈ വർഷം തിരഞ്ഞെടുത്തത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒന്ന്, പരിസ്ഥിതി ദിനത്തിന്റെ ഈ വർഷത്തെ സന്ദേശം നമ്മൾ പറഞ്ഞു, പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥക്കായി നമ്മുടെ ഭാവിക്കായി. അപ്പോൾ കാലാവസ്ഥയാണ് പരിസ്ഥിതി ദിന സന്ദേശങ്ങളിൽ ഈ വർഷത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓർത്തു വെക്കേണ്ടത്. ഇനി ഈ വർഷത്തെ പരിസ്ഥിതി ദിന പരിപാടികളുടെ ആതിഥേയം വഹിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് അത് അസർബൈജാൻ ആണ് എന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. മക്കളെ, 2025 പരിസ്ഥിതി ദിന സന്ദേശം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 2025 പ്ലാസ്റ്റിക് ആയിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ആ ഒരു തീമിന്റെ ഭാഗമായി വന്നിരുന്നത്. പ്ലാസ്റ്റിക് ആയിരുന്നു. ഈ വർഷം കാലാവസ്ഥ മാറ്റമാണെങ്കിൽ 2025 പ്ലാസ്റ്റിക് ആയിരുന്നു. അന്ന് റിപ്പബ്ലിക് ഓഫ് കൊറിയയിലാണ് ഇത്തരത്തിൽ പരിസ്ഥിതി ദിന പരിപാടികളുടെ ആതിഥേയ രാജ്യമായി തെരഞ്ഞെടുത്തിരുന്നത്. 2024 സൗദി അറേബ്യ ആയിരുന്നു തെരഞ്ഞെടുത്തിരുന്നത്. അന്ന് മരുഭൂമിവൽക്കരണം, മരുഭൂമി പുനഃസ്ഥാപനം, വരൾച്ച തുടങ്ങിയതായിരുന്നു അന്നത്തെ പരിസ്ഥിതി ദിന സന്ദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഓരോ വർഷത്തിലും എന്താണോ അനുയോജ്യമായത് അതായിരിക്കും ആ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം എന്ന് പറയുന്നത്. ഇനി ഒരു പദ്ധതിയെ കുറിച്ചാണ് മാഷി പറയുന്നത്. അതായത് നമ്മുടെ കേരള സർക്കാരിലെ കൃഷി വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും കൂടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി, കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതുപോലെ തന്നെ കൃഷി വകുപ്പും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളെ, കർഷകരെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യുന്നു, കൂടുതൽ എന്ത് ചെയ്യാണ്, പ്രകൃതിയോട് പരിസ്ഥിതിയോട് ആഭിമുഖ്യം ഉണ്ടാക്കാൻ വേണ്ടി ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന, പരിസ്ഥിതി ദിനമായ തുടക്കം കുറിക്കുന്ന പദ്ധതിയുടെ പേരാണ് മക്കളെ കതിർ എന്ന് പറയുന്നത്. ചിത്രത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കതിര് കാണാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കതിര് ശേഖരിക്കൽ, നെല്ല് ശേഖരിക്കുന്ന ചിത്രവും കാണാൻ വേണ്ടി പറ്റും. അപ്പൊ രണ്ടും എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് പഠിക്കുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കേരള കൃഷി വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും കൂടി സംയുക്തമായി ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് കതിരെന്ന് പറയുന്നത്. പ്രകൃതിയാൽ പ്രചോദിതം, കാലാവസ്ഥക്കും നമ്മുടെ ഭാവിക്കും എന്ന് പറയുന്ന പരിസ്ഥിതി ദിന സന്ദേശത്തിന്റെ ആ ഒരു പാഠമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു പദ്ധതി വ്യാപിക്കുന്നത്. അപ്പൊ 2 വകുപ്പ് മാഷ് പറഞ്ഞു, കേരളത്തിലെ കൃഷി വകുപ്പ്. എന്നാൽ ഇപ്പോഴത്തെ കൃഷി വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി പറ്റുമോ? ഇപ്പോഴത്തെ കൃഷി
കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖാണ്. അദ്ദേഹത്തിന്റെ ചിത്രം നിങ്ങൾക്ക് കാണാം. അദ്ദേഹം വയനാടിൽ നിന്ന് തിരഞ്ഞെടുത്ത് വന്നിട്ടുള്ള നിയമസഭാ അംഗമാണ്. അപ്പൊ വയനാടിന്റെ പ്രത്യേകത നമുക്കറിയാം, ഒരുപാട് കൃഷികളുള്ള നാടാണ് അല്ലെ. തേയിലയും കാപ്പിയും അതുപോലെ തന്നെ ഒരുപാട് കൃഷികളുള്ള അല്ലെ നാടാണ് എന്ത് പറയുന്നത്, നമ്മുടെ വയനാട് എന്ന് പറയുന്നത്. അപ്പോൾ കൃഷികളുടെ നാടാണ് എന്ന് ഓർത്തുകൊണ്ട് എന്ത് ചെയ്യുക, ടി സിദ്ദിഖ് അദ്ദേഹമാണ് എന്ത് കൃഷി വകുപ്പ് മന്ത്രി എന്നെന്ത് ചെയ്യുക, ഒന്ന് കറക്റ്റ് ചെയ്ത് പഠിക്കുക. ഇനി ഇപ്പോഴത്തെ പരിസ്ഥിതി വകുപ്പ് മന്ത്രി, അങ്ങനെ ഒരു വകുപ്പുണ്ട്, അങ്ങനെ ഒരു മന്ത്രിയുണ്ട്. ഇപ്പോഴത്തെ പരിസ്ഥിതി വകുപ്പ് മന്ത്രി അത് സണ്ണി ജോസഫ് ആണ്. അദ്ദേഹത്തിന്റെ ചിത്രം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. കൃഷി വകുപ്പ് മന്ത്രി നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. പരിസ്ഥിതി ദിനമാണ്. അപ്പൊ പരിസ്ഥിതി വകുപ്പുണ്ട്, പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് സണ്ണി ജോസഫ് എന്ന് പറയുന്നത്. അദ്ദേഹം വൈദ്യുത മന്ത്രി കൂടിയാണ്. ഒരു ബൾബ് കത്തുന്ന ചിത്രം കൂടി എന്ത് ചെയ്യാൻ കാണാല്ലേ. അപ്പോൾ വൈദ്യുത വകുപ്പ് മന്ത്രിയും പരിസ്ഥിതി വകുപ്പ് മന്ത്രിയും കൂടിയാണ് അദ്ദേഹം എന്നെന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഇനി നമ്മുടെ കിസ്സിനും അതുപോലെ സ്കൂളുകളൊക്കെ എന്ത് ചെയ്യാണ്, നമ്മുടെ പരിസ്ഥിതി ആകുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു ചിത്രമാണ് മാഷ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ചിത്രം MS സ്വാമിനാഥന്റെയാണ്. MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി MS സ്വാമിനാഥനാണ്. അപ്പോൾ പരിസ്ഥിതിയുമായല്ല കൃഷിയുമായാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഈ ഹരിത വിപ്ലവം എന്നുള്ള വാക്കിന് കൂടുതൽ എന്താണ് ബന്ധമുള്ളത്. അതായത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ദാരിദ്ര്യമൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, നെൽവിത്തുകളും ഗോതമ്പ് വിത്തുകളും വികസിപ്പിച്ചെടുക്കുകയും അതിന്റെ ഭാഗമായി നെല്ല്, ഗോതമ്പ് തുടങ്ങിയ വിളകൾ എന്ത് ചെയ്യാണ്, കൃഷികൾ നമ്മുടെ രാജ്യത്ത് വ്യാപിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു നമ്മുടെ 1ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയും. അതിനെയാണ് നമ്മൾ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ഒരു പേരാണ്, നമ്മൾ തീർച്ചയായും ഓർക്കേണ്ട ഒരു പേരാണ് MS സ്വാമിനാഥൻ. അദ്ദേഹത്തിന്റെ ചിത്രം കൂടി ഇവിടെ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും എന്ത് ചെയ്യുക, അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ അറിവുകൾക്ക് വേണ്ടി മക്കളെ നമ്മുടെ ഈ ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എജ്യൂപോർട്ടിന്റെ ക്ലാസ്സുകൾ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ക്ലാസ്സിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് കോൺടാക്ട് നമ്പറിലേക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാം. തീർച്ചയായും ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.